ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 6 sin raised to 4 theta plus 3 cos raised to 4 theta equal to 2. So the value of 7 cosec raised to 6 theta plus 8 cosec raised to 6 theta whole raised to 1 by 3. Okay. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നിരിക്കുന്നത് വെച്ചാൽ 6 sin square theta plus 3 cos raised to 4 theta equal to 2 ആണ്. ഈ ഹോൾ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3 sin raised to 4 theta plus 3 by 2 cos raised to 4 theta equal to 1 എന്ന് കിട്ടും. അല്ലെ, ഈ 1നെ എനിക്ക് സൈൻ്റെയും കോസിന്റെയും ടേംസിൽ എഴുതാം. എങ്ങനെ എഴുതാം? 1 equal to sin square theta plus cos square theta. sin square theta plus cos square theta 1 എന്ന് നമുക്കറിയാം. അപ്പം 1നെ ഞാൻ സൈൻ്റെയും കോസിന്റെയും ടേംസിൽ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. LHS ഉം RHS ഉം കമ്പയർ ചെയ്യുമ്പോൾ sin square theta കോഫിഷ്യന്റ് എന്താണ്? sin square theta കോഫിഷ്യന്റ് എന്ന് വെച്ചാൽ ഇവിടെ 1 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ആണ്. അതേപോലെ cos square theta കോഫിഷ്യന്റ് 1 ആണ്. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? sin square theta കോഫിഷ്യന്റ് എന്താണ്? എനിക്ക് sin square theta 3 sin square theta into sin square theta എന്ന് എഴുതാമല്ലോ, അല്ലേ? 3 sin raised to 4 theta എനിക്ക് 3 sin square theta into sin square theta എന്ന് എഴുതാമല്ലോ, അല്ലേ? അപ്പോൾ sin square theta കോഫിഷ്യന്റ് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 sin square theta ആണ്. അതുപോലെ cos raised to 4 theta cos square theta കോഫിഷ്യന്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? 3 by 2 cos square theta ആണ്, അല്ലേ? cos raised to 4 theta എനിക്ക് 3 by 2 cos square theta into cos square theta എന്നില്ല, അല്ലേ? അപ്പൊ എന്താണ്? cos square theta ലെഫ്റ്റ് കോഫിഷ്യന്റ് 3 by 2 cos square theta, sin square theta കോഫിഷ്യന്റ് 3 sin square theta ആണ്, അല്ലേ? എനിക്ക് അപ്പൊ കമ്പയർ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ sin square theta കോഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3 sin square theta equal to 1, അല്ലേ? അപ്പൊ sin theta വാല്യൂ എന്താണ്? sin theta വാല്യൂ എനിക്ക് 1 by root 3 കിട്ടി. sin theta equal to 1 by root 3. അതേപോലെ cos square theta കാര്യം നമുക്ക് ഇങ്ങനെ എഴുതാം. 3 by 2 cos square theta equal to cos square theta കോഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ 3 by 2 cos square theta equal to റൈറ്റ് ഹാൻഡ് സൈഡിലെ cos square theta കോഫിഷ്യൻ എന്ന് വെച്ചാൽ 1 ആണ്. 1, അതായത് cos theta വാല്യൂ എന്താണ്? root of 2 by 3. Okay, cos theta equal to root of 2 by 3. Okay. Sin theta cos theta വാല്യൂ നമുക്കറിയാമെങ്കിൽ cosec theta sec theta കണ്ടുപിടിച്ചൂടെ? അപ്പം 7 cosec theta എന്ന് വെച്ചാൽ sin theta 1 by root 3 ആണെങ്കിൽ cosec theta എന്ന് പറയുമ്പോൾ എന്താണ്? root 3 ആണ്. അപ്പം 7 into root 3 the whole raised to 6 plus 8 into cos theta root of 2 by 3 ആണെങ്കിൽ cosec theta എന്ന് പറഞ്ഞാൽ എന്താണ്? root of 3 by 2 ആണ്. അപ്പം 8 into root of 3 by 2 the whole raised to 6. ഈ സാധനത്തിന്റെ ക്യൂബ് റൂട്ട് ആണ് നമുക്ക് വേണ്ടത്. raised to 1 by 3. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ 7 into root 3 the whole raised to 6 എന്ന് പറയുമ്പോൾ സ്ക്വയർ ചെയ്യുക. അപ്പൊ 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27. 7 into 27 പ്ലസ് റൂട്ട് ഓഫ് 3 by 2 ആദ്യം സ്ക്വയർ ചെയ്യുമ്പോൾ 3 by 2 3 by 2 ക്യൂബ് ചെയ്യുമ്പോൾ 27 by 8 ആണ്. ഈ 8ഉം താഴത്തെ 8ഉം കട്ട് ചെയ്തു, അപ്പോൾ റിമൈനിങ് 27 ആണ്. ഇതിന്റെയാണ് ക്യൂബ് റൂട്ട് കാണുന്നത്. ഓക്കെ, ഇതിനെ എനിക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. ഇതിൽ എന്താണ്? 27 കോമൺ ആണ്. അപ്പൊ 27 into 8 എന്ന് ഇതിനെ എഴുതാൻ പറ്റും. 27 into 7 plus 1, അതായത് 27 into 8. അതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 27ന്റെ ക്യൂബ് റൂട്ട് 3, 8ന്റെ ക്യൂബ് റൂട്ട് 2, 3 into 2 6. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ, 6. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് 2 ഇത് ഫോൾ ഇക്വേഷൻ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് 1നെ എനിക്ക് sin square theta cos square theta എന്ന് എഴുതാം. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ sin square theta കോഫിഷ്യന്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ sin square theta കോഫിഷ്യന്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലെ cos square theta ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ cos square theta കോഫിഷ്യന്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പൊ എനിക്ക് sin theta cos theta വാല്യൂ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് cosec theta sec theta ടേംസിലാണ്. sin theta cos theta വാല്യൂ കണ്ടുപിടിച്ചാൽ cosec theta sec theta നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ.